വരൂ തിരുമേനി. കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. അല്ല, സ്തംഭസ്ഥാപനത്തിനെല്ലാം തയ്യാറല്ലേ? എല്ലാം റെഡി ആയിരിക്കുന്നു തിരുമേനി. നിങ്ങൾ ചടങ്ങ് തുടങ്ങേണ്ട താമസേ ഉള്ളൂ. അല്ല, നവധാന്യങ്ങളും പൂക്കളും മഞ്ഞളും കുങ്കുമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് തിരുമേനി. എന്തെന്നാ സൊറ പറഞ്ഞു നടക്കുന്നേ? അവിടെ തിരുമേനി വന്നത് കണ്ടില്ലേ? മുഹൂർത്തത്തിന് സമയമായി. വേഗം അങ്ങോട്ട് ചെല്ല്. വേഗം ആട്ടെ. നിങ്ങളുടെ മുഖം ഒരിക്കലും തെളിയൂലേ? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമേ? ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. അല്ലെങ്കിൽ തന്നെ ഒരു നിഴൽ നാടകത്തിന് ഇത്രയും ആർഭാട ആവശ്യമുണ്ടോ അച്ഛമ്മേ? നാടകം എന്നല്ല, ആചാരം എന്നാ പറയാ. ഇതൊന്നും നിങ്ങൾക്ക് പിടിക്കില്ലെന്ന് എനിക്കറിയാം. നീ മീണ്ടി പോകരുത്. വല്യച്ഛനെത്തിയല്ലോ. അമ്മേ, അല്ല തിരുമേനി എത്തിയോ? എപ്പോഴേ വന്നു. സ്തംഭം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അതിരിക്കട്ടെ അച്ഛമ്മേ, ഒരു ചെടി വെക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ കോമ്പൗണ്ടിനകത്ത് എന്തിനാ വെറുതെ ഒരു വിറക് കൊണ്ട് കുഴിച്ചിടുന്നേ? അതിന് വിറകെന്നല്ല പറയാ മോളെ, വിവാഹ സ്തംഭം എന്നാ. പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബത്തിൽ കാരണവന്മാര് നടത്തി പോരുന്നതാ. ഇതോടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാ. വല്യമ്മയും വന്നല്ലോ. ഗുഡ് മോർണിംഗ് അരുണിമ. ഗുഡ് മോർണിംഗ് ചേട്ടാ. എന്തായി അമ്മേ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? എല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി ധീനാമ വിത്രേവതു ഗണേശായ നമഃ സരസ്വത്यै നമഃ. എവിടെയാ എല്ലാവരും? മുഹൂർത്തത്തിന് സമയമായിരിക്കണു. വരനെ വിളിക്കുകയാണെങ്കിൽ സ്തംഭം സ്ഥാപിക്കാനുള്ള പൂജകൾ തുടങ്ങാമായിരുന്നു. അവൻ എത്തിക്കഴിഞ്ഞു തിരുമേനി. ഗുഡ് മോർണിംഗ് മോം. ഗുഡ് മോർണിംഗ് ഡാഡ്. വെരി ഗുഡ് മോർണിംഗ് മിഥുൻ. ഗുഡ് മോർണിംഗ് മിഥുൻ. ഇന്നു മുതൽ നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങും. എത്രയോ നാളത്തെ സ്വപ്നാണെന്നറിയോ? മോൻ വന്നേ. നടക്ക് ചേട്ടാ. വാ മോനെ. ധ്രുവന്തേ രാജാ വരുണോ ധ്രുവന്തേനോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദൈവബലം തദേവ ലക്ഷ്മീപതേ തേ വിഗ്രഹം സ്മരാമി. ലക്ഷ്മീ കടാക്ഷസിദ്ധിരസ്തു. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗദാമേശ്വരീം ദാസീഭൂത സമസ്തദേവവനിതാം ലോകൈകദീപാങ്കുരാം. ഓം മഹാലക്ഷ്മീ ച വിദ്മഹേ വിഷ്ണുപത്നീ ച ധീമഹി തന്നോ ലക്ഷ്മീ പ്രചോദയാത്. ഓം സർവമംഗളമാംഗല്യേ ശൈവേന്ദ്രിയേ പ്രതിഷ്ഠതി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരേ പൂജിതം മയാ ദേവാ പരിപൂർണം തദസ്തു തേ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. എല്ലാവരും അക്ഷത ഇട്ടുകൊള്ളുക. അയം മുഹൂർത്തസ്സു മുഹൂർത്തോ അസ്തു. സംഭൂത ദേവകാര്യസമുദ്യത. ആരാ സ്തംഭം സ്ഥാപിക്കാൻ പോണേ? ഉദ്യദ്ഭാനു സഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാം കാരാംക്ഷോ മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്രശായിക. വരനൊരു കൈ പിടിച്ചോളുക. വിചാരുണ പ്രഭാപൂർണ മധ്യ ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകോശക പൃന്നാക സൗഗന്ധ്യ കലസത്കച പുരവിന്ദ മണിശ്രേണി കണത്കോട്ടീരമണ്ഡിത. വെല്ലിച്ച, ഇവിടെ നമ്മൾ ഈ സ്തംഭം സ്ഥാപിക്കുന്നില്ലേ? അപ്പോ അവിടെ ഏട്ടത്തിയമ്മയുടെ വീട്ടിലും ഇതുപോലൊരു ചടങ്ങുണ്ടാവോ? ഉണ്ടാവും മോളെ. ഇത് നമ്മുടെ കുടുംബത്തിലെ മാത്രം വിശേഷപ്പെട്ട ഒരു ചടങ്ങാണെങ്കിലും അവിടെ ഇതുപോലൊരു ചടങ്ങ് നടത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുലദേവതയെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇഷ്ടദേവതാനുഗ്രഹ സിദ്ധിരസ്തു മനോഭീഷ്ടഫല സിദ്ധിരസ്തു. ഗണപതിം ഹവാമേ കവിം കവീനാം ഉപവാസവാസ്തനാം ജ്യേഷ്ഠരാജം ബ്രാഹ്മണ ബ്രാഹ്മണസ്പദ. സുമതി, അക്ഷതയ്ക്ക് അരിയുന്നെല്ലാം റെഡിയാണോ? പെട്ടെന്നാവട്ടെ. ശരിയേട്ടാ. ഇനി എന്തൊക്കെയാ വേണ്ടേ? ഒരു മിനിറ്റ്. നാളികേരം കൊണ്ടുവന്നിട്ടുണ്ടോ? തിരുമേനി സ്തംഭസ്ഥാപനത്തിന് നാളികേരം ചോദിച്ചിരുന്നു. ഒന്ന് കൊണ്ടുപോയി കൊടുക്കും. ശരിയേട്ടാ. ജ്യേഷ്ഠരാജം ബ്രാഹ്മണ ബ്രാഹ്മണസ്പദ ദോഷവാണാം നോതിവിയാ സിദാസനാം
ഓം ഗണനാത്മാ ഗണപതി ഗുണ്ടവാ കവി കവികേ ഉപവാസമാത്തമേ. ഓം ഗണനാത്മാ. പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലും കൂടി വേണം. ഇപ്പൊ കൊണ്ടുവരാം. അരുന്ധതി, അരുന്ധതി, എന്റെ പൊന്നോ, എന്താ പറ്റിയേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാടി ഒച്ച വെക്കുന്നത്? തിരുമേനി ഇവിടെ സ്തംഭസ്ഥാപനത്തിന് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുക. കുറച്ച് പാല് വേണോ അത്ര? പോയി ചെന്ന് എടുത്തോണ്ട് പോ. അടുക്കള കാണും, ചെന്ന് എടുത്തോണ്ട് പോ. അതെന്താടി? നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ കല്യാണമല്ലേ? നീ ഇങ്ങനെ മാറി നിന്നാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ? ചെണ്ട കൊട്ടണമായിരിക്കും, അതോ ബാൻഡ് മേളം നടത്തണോ? നാട്ടുകാര് തുടങ്ങും മുമ്പ് നിങ്ങൾ കുറ്റം പറച്ചിൽ തുടങ്ങിയിരിക്കുകയാണല്ലോ. നാട്ടുകാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ടല്ലോ ഡാഡി. അവരെന്നെ അതൊക്കെ നോക്കിക്കോളും ഡാഡി. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ നാട്ടുകാർ കളിയാക്കി ചിരിക്കൂലേ? വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിക്കല്ലേ. നിതിൻ, നീ ടാബ്ലറ്റ് കഴിച്ചേ. കുറച്ചുകൂടി വെള്ളം കുടിച്ചേ. എന്നാ ഇനി നിതിൻ മോൻ കിടന്നോ? ഞാൻ കിടക്കില്ലേച്ചി, ഞാനവിടെ വന്ന് നോക്കിക്കോട്ടെ. സർവബദ്ധ വിനിർമുക്തോ ധനജ്ഞാന സുധാനാത്മാ മനുഷ്യോ മാതൃദേവാ ഭവിഷ്യതനാസം. ഇതാ തിരുമേനി പാല്. സ്തംഭസ്ഥാപനം നടത്താൻ വധുവിന്റെ അമ്മാവനില്ലേ? അയ്യോ തിരുമേനി, പെണ്ണിന് അമ്മാവന്മാരാരുമില്ല. ഞാൻ ചെറിയച്ഛനാ, ഞാൻ ചെയ്താ മതിയോ? അത് പറ്റില്ല. അമ്മാവന്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും വേണം ഇത് ചെയ്യാൻ. ശേഖരൻ മുത്തശ്ശ, മുത്തശ്ശ. മേഘനെ, സുഖായിരിക്കുന്നോടാ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മുത്തശ്ശ. ശേഖര മുത്തശ്ശ, എനിക്കെന്താ കൊണ്ടുവന്നേ? നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞോ, മുത്തശ്ശൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു തരാം. സമയാസമയത്ത് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോടാ? നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു മുത്തശ്ശ. ടാബ്ലറ്റ്സ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. ശേഖരമാവ സുഖമായിരിക്കുന്നോ? സുഖായിരിക്കുന്നടാ. ശേഖരമാവ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം തന്നെ. ആ നരേന്ദ്ര, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? ആ ദേ കൃത്യസമയത്താ വന്നേ. ആ ഓം സുമമുഹൂർത്തോസ്തോ. എന്താ നരേന്ദ്ര, അമ്മാവന്റെ സ്ഥാനത്തുള്ള ആരുമില്ലേ? നരേന്ദ്ര, എന്താ ഇവിടെ? എന്താന്നാ പറയാ, ഇതൊക്കെ അമ്മാവൻ ചെയ്യേണ്ട ചടങ്ങുകളാ അത്ര. പക്ഷേ ഓ എന്തിനാ നരേന്ദ്ര ഇത്ര തലപുകഞ്ഞ് ആലോചിക്കുന്നേ? സ്വന്തം അമ്മാവനല്ലെങ്കിലും ആ സ്ഥാനത്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരായാലും മതിയാവും. എന്റെ അപ്പൂപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ശേഖരൻ മുത്തശ്ശനുണ്ട്. ആ സ്തംഭം എന്റെ ശേഖരൻ മുത്തശ്ശൻ സ്ഥാപിച്ച പോരെ? ശുഭം, മുഹൂർത്തം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ മുത്തശ്ശൻ തന്നെ ആയിക്കോട്ടെ. വരൂ അമ്മാവ. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ത്രയംബകീ ദേവി നാരായണ നമോസ്തുതേ. അമ്മാവ
എന്റെ ഭഗവാനെ, എന്തായി കാണിച്ചേ? ഒരു മംഗളകർമ്മം തുടങ്ങുന്ന സമയത്ത് തൂണ് താഴെ വീണല്ലോ. വല്ലാത്തൊരു അപശകുനാണല്ലോ തിരുമേനി. അപശകുനമാണോന്നൊക്കെ ചോദിച്ചാ മംഗളകർമ്മം തുടങ്ങുമ്പോ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലെന്നല്ലേ? തുടക്കം തന്നെ കൈ വഴുതി പോയെങ്കിൽ എന്തോ വലിയ ആപത്തിന്റെ സൂചനയല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് തിരുമേനി? ഈ കല്യാണം മാറ്റി വെക്കുന്നതല്ലേ നല്ലത്? പറയൂ തിരുമേനി, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇതൊന്നും കണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു ചെറിയ കാര്യമല്ലേ. ഇതിന്റെ പേരിൽ കല്യാണം ഒന്നും നിർത്തണ്ട. മനുഷ്യന്റെ ഓരോ തെറ്റിനും ഓരോ പരിഹാരം ഉണ്ടാവും. ഇയാൾ ഇങ്ങനെ എന്തെങ്കിലും കോനിഷ്ടൊപ്പിക്കുമെന്ന് തോന്നിയതാ. മോളെ മേഘനെ, ചെരിഞ്ഞു വീണതെടുത്ത് നേരെ വെച്ചോളൂ. മുഹൂർത്തോ ശുഭമുഹൂർത്തോ വസ്തു. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ത്രയംബകീ ദേവി നാരായണ നമോസ്തുതേ. ഇനി അതാ കുഴിയിലേക്ക് വെച്ചോളൂ. ഓം ഗണാനാത്വാ ഗണപതിം ഹമാമേ കവിം കവീനാം ഉപവാശ്രവാസ്തനാം ജ്യേഷ്ഠരാജം ബ്രഹ്മണാത്മര. മേഘനെ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഈ ജലം ആ തൂണിലേക്ക് തെളിച്ചു കൊടുത്തോണ്ടിരിക്കുക. മുഹൂർത്തോ ശുഭമുഹൂർത്തോ വസ്തു. ഇനി കൈ കൂപ്പി നമസ്കരിച്ചുകൊള്ളുക. ഓം വക്രതുണ്ട മഹാകായ കോടിസൂര്യ സമപ്രഭ നിർവട്ടം കുറമേ ദേവ സർവകാര്യേഷു സർവദാ. ആ എടാ വിവേക്, ഇന്ന് വൈകുന്നേരം എല്ലാരും ഫാം ഹൗസിൽ എത്തിച്ചേരണം. ആയിക്കോട്ടെ വിളിച്ച. നാളെ മുഹൂർത്തത്തിന് അതില്ല ഇതില്ലെന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. പണിക്കാരൊക്കെ ഉണ്ടല്ലോ ജയദേവ, അവരെല്ലാം നോക്കിക്കോളും. ആ ചേട്ടാ, ഫാം ഹൗസിലെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞോ? ഓൾമോസ്റ്റ് ഓൾ എല്ലാം കഴിഞ്ഞതുപോലെ തന്നെയായിരുന്നേ. മോനെ ജയദേവ, അലങ്കാരങ്ങളെക്കാളൊക്കെ ആചാരത്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതൊക്കെ തെറ്റാതെ നോക്കിക്കോ. അതിനിപ്പോ എന്താ അമ്മേ, എല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല മോനെ, കല്യാണം നാളെയല്ലേ. ഇന്നവിടെ പുതുമണവാട്ടിയെ ഒരുക്കുന്നുണ്ടാവും. അപ്പൊ കല്യാണ സാരി ആഭരണമൊക്കെ അയച്ചു കൊടുക്കണ്ടേ? അത് ഇതുവരെ ചെയ്തില്ലമ്മേ, ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. ഗീതേ. ആ വിവേക്, ഈ സാരി ആഭരണങ്ങളെല്ലാം മേഘനയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അതല്ല വിളിച്ച, അപ്പൊ എനിക്ക് ഫാം ഹൗസിൽ പോണ്ടേ? അവിടെ എനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഓ അതും ശരിയാണല്ലോ. പിന്നെ ആരെയും ഇപ്പൊ അങ്ങോട്ട് അയക്കേ? ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് ചേട്ടാ, ആരെങ്കിലും ഒരാൾ അയച്ചാ പോരെ? അത് പാടില്ല മോളെ. ഇത് കല്യാണ പുടവയാ. പണിക്കാരുടെ കൈ കൊടുത്തു വിടുന്നത് മര്യാദയല്ല. നമ്മളിൽ ആരെങ്കിലും അവിടെ എത്തിക്കാന്നുള്ളതാണ് സമ്പ്രദായം. ബൈ മോം. ബൈ ഡാഡ്. എടാ മിഥുനെ, നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഓഫീസിലേക്ക് മാം. എടാ, നാളെ നിന്റെ കല്യാണമെന്നറിയാലോ. എന്നിട്ട് ഇപ്പൊ എന്താ ഒരു ഓഫീസ്? അതെ മോനെ, ഇനി നീ എങ്ങും പോകരുത്. അത് സോറി ഡാഡ്, ഫോറിൻ ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്. ഒരു അർജന്റ് മീറ്റിംഗാ. 1 മണിക്കൂറിൽ എത്തിക്കോളാം. ബ്രോ 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 പോകുന്ന വഴിക്കല്ലേ ഏട്ടത്തീരെ വീട്. 1 മിനിറ്റ്, ഇത് പിടിച്ച ഈ സാരിയും ജ്വല്ലറി അവിടെ കൊടുത്തിട്ട് പോക്കോ. വാട്ട്? ഇത് ഇന്ന് തന്നെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടതാ മിഥുനെ. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോകണോ? കിട്ടിയ അവസരം വെറുതെ പാഴാക്കല്ലേ ബ്രോ. ചെറുക്കൻ തന്നെ പെണ്ണിന് സാരി കൊണ്ട് കൊടുക്കുന്നത് അതിന്റെ ഒരു ഇത്. അത് നല്ല കാര്യ. ആ സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാ, വെറുതെ കളയല്ലേ. അതും പറഞ്ഞ് ഏട്ടത്തി ഒന്ന് കാണും ചെയ്യാലോ.
ഏട്ടത്തിക്ക് ഏട്ടനെ കണ്ട വലിയ സന്തോഷാവും. കൊണ്ട് കൊടുക്കേട്ടാ. വേണോടാ. നിങ്ങൾ ആരെങ്കിലും കൊണ്ട് കൊടുക്ക. ഇവിടെ ഒരുപാട് ജോലി ഉണ്ടടാ. പോകുന്ന വഴിയല്ലേ, നീ തന്നെ കൊണ്ട് കൊടുക്ക്. ഓക്കെ ഡാഡ്. ഇതാ ബ്രോ. പെട്ടെന്ന് തിരിച്ചു വന്നേക്കണേ. ഷുവർ. ബൈ മോം. ശേഖരമ്മാവാ, അന്നമ്മാവൻ മേഘനയ്ക്ക് കൊണ്ടുവന്ന ആഭരണങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോയില്ലായിരുന്നോ? നിങ്ങളൊക്കെ നഗരത്തിൽ ജീവിക്കുന്നവരല്ലേ, ഇവിടെ വെക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നി. അത് കുഴപ്പമില്ല അമ്മാവാ. ആ ആഭരണങ്ങള് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? വാ മോളെ, ഇവിടെ ഇരിക്കെ. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മേഘനയെ പുതുമണവാട്ടിയായിട്ട് ഒരുക്കുന്ന സമയത്ത് എടുത്തു തരാം. ഹായ് മേഘന. ഹായ്. അകത്തേക്ക് വാ മിഥുനേട്ടാ. വാ മോനെ, ഇവിടെ ഇരി. ഇറ്റ്സ് ഓക്കെ ആൻറ്റി. മിഥുൻ, മിഥുൻ, ഹായ് മിഥുൻ. ഹായ്. താങ്ക് യു. നടക്കുമ്പോ ഇയാള് നിലത്തും കൂടെ നോക്കി നടക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തെന്നലും വീഴ്ചയൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇനി ഞാൻ മിഥുനെ ഫോളോ ചെയ്തോളാം. എന്നെയല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യും. ആപത്തൊന്നും ഉണ്ടാവില്ല. മിഥുൻ വന്നിട്ട് ഒത്തിരി നേരമായോ? എന്തിനാ നിക്കുന്നത്? ഇരിക്കും മോനെ. അയ്യോ സമയമില്ല, എനിക്ക് ഓഫീസിൽ ചെല്ലേണ്ട കാര്യമുണ്ട്. കല്യാണം നാളെയല്ലേ മോനെ, അതിന്റെ ഇടയ്ക്ക് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടോ? മോനെ, ശേഖരമാവൻ, മേഘനയുടെ ശേഖരമുത്തശ്ശൻ. ഞങ്ങളുടെ വക്കീൽ മുത്തശ്ശൻ കൂടിയാ. ആ അമ്മാവാ, ഇതാരാന്നറിയോ? മേഘനയെ കല്യാണം കഴിക്കാൻ പോകുന്ന മിഥുൻ. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം. മോന്റെ സംസ്കാരവും സംസാരവും ഒക്കെ കേട്ടപ്പോഴാ എന്റെ മനസ്സിന് സമാധാനായത്. എന്റെ മേഘനയ്ക്ക് ചേരുന്ന ആളെ തന്നെ കിട്ടിയിരിക്കുന്നത്. മോനെ പോലെ സംസ്കാര സമ്പന്നനായ ഒരാളോടൊപ്പം മേഘന മോളുടെ കല്യാണം നടക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. അതെ മുത്തശ്ശ, സംസ്കാരമേന്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഘനയുടെ മുമ്പിൽ ഞാനൊന്നുമല്ല. അങ്കിൾ, മമ്മിയും ഡാഡിയും മേഘനയ്ക്കുള്ള ആഭരണങ്ങളും സാരി തന്നയച്ചിട്ടുണ്ട്. ഇതിവിടെ ഏൽപ്പിക്കാൻ വന്നതാ.
സ്വർണ്ണാണോ? വലിയ കാര്യമായി പോയി മോനെ. ഈ ആഭരണങ്ങളൊക്കെ മേഘനയ്ക്കുള്ളതാ ആന്റി. അതന്നെയാ മോനെ ഞാനും പറഞ്ഞത്. ശരി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. മോനെ ഒന്ന് നിന്നേ. ഒരു കാര്യം ഉണ്ടായിരുന്നു. മോന്റെ ജാതകം ഒന്ന് കിട്ടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ജാതകോ? മോൻ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഈ കല്യാണത്തിന് മുൻപ് 2 തവണ മേഘനയുടെ കല്യാണം പന്തല് വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയതാണ് മോനെ. അതെല്ലാം നല്ലതിനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. ഇത് 3ാമത്തെ അവസരം. ഇനി അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല മുത്തച്ഛ. മോനെ കണ്ട മാത്രയിൽ തന്നെ എനിക്കത് മനസ്സിലായതാ. എന്നാലും എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു തെറ്റ് ചെയ്യണോ? മോന്റെ ജാതകം ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതും ചീത്തയൊക്കെ അറിയായിരുന്നു. വീണ്ടും ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലല്ലോ. അതിനു വേണ്ടി മാത്രം. അല്ലാതെ മറ്റൊന്നും ഈ മുത്തശ്ശൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ മുത്തശ്ശ, അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. ജാതകം ഉണ്ടെങ്കിൽ അതൊന്ന് അയക്കാൻ ഞാൻ മമ്മിയോടും ഡാഡിയോടും വിളിച്ച് പറഞ്ഞോളാം. ആ ആയിക്കോട്ടെ മോനെ. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ ശരി മോനെ. ബൈ മേഘനെ. അവനൊന്നും കുടിക്കാൻ പോലും നമ്മൾ കൊടുത്തില്ല. അവരുടെ വീട്ടിൽ നിന്ന് ദേ മേഘനയ്ക്കുള്ള സ്വർണങ്ങളും സാരിയും ഒക്കെ കൊടുത്തയച്ചിരിക്കുക. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? എല്ലാവരും ഇങ്ങനെ നിൽക്കാതെ വേഗം ആവട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? നീ വാടി. ശേഖര മുത്തശ്ശ. മുത്തശ്ശൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. നീ ചെന്ന് ശല്യം ചെയ്യില്ലേ. ചാരുമോളെ, മേഘന എവിടെ? മുത്തശ്ശ, ആ മുത്തശ്ശ ദാ മോര് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഖര മുത്തശ്ശ, എന്താ ഇതൊക്കെ? ഇതൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ആസ്തിപത്രങ്ങളാ. നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഇതില് നിന്റെ ചേച്ചിയുടെ പേരിലുള്ള ആസ്തിയൊക്കെ അവളുടെ ഭർത്താവിന് അവകാശപ്പെട്ടതായും ബാക്കിയുള്ളത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതായും നിങ്ങളുടെ മുത്തച്ഛൻ എഴുതി വെച്ച വിൽപത്രം ഇത്.